ായിരുന്നു ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നത്. ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. മൂലേപ്പാടം റോഡാണ് കളമശ്ശേരി. ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നുപോയ മതിലിന്റെ അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഏറെ ദുരിതം ഈ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ അതിന്റെ ഒരു പരാതികളും ഉന്നയിക്കുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടടക്കം ഇന്നലെ വലിയ ദുരിതമായിരുന്നു അല്ലേ? ഭയങ്കരമായിരുന്നു. ആകെ പേടിച്ചുപോയി. വെള്ളം ഇങ്ങനെ വരുന്നുണ്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഈ തിരമാല വരുന്ന പോലെയാന്ന് ഇങ്ങനെ ഓരോ വാഹനം പോകുമ്പോഴേ ഈ ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഈ പൊട്ടിയ മതിലിന്റെ ഇതിൽ ഇങ്ങനെ ഒഴുകിപ്പോയത് ഫുൾ ശക്തിയിൽ. പിന്നെ ഈ രണ്ട് സൈഡിൽ പോയിട്ട് പിറകിൽ അവിടെ കെട്ടിക്കിടന്നു. വൈകിട്ട് വരെ ഉണ്ടായിരുന്നു വെള്ളം. മഴക്കാലപൂർവ്വ ശുചീകരണം ഒന്നും കൃത്യമായി നടക്കാത്തതാണ് ഇതിന്റെ ഒരു. ഈ വർഷം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കൊല്ലവും ഇത് തന്നെ ഞങ്ങൾക്ക് കഷ്ടപ്പാടാ. ഇവിടെ ഈ മുങ്ങല് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം കഷ്ടപ്പാട്, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒഴിവായി പോയിട്ടുണ്ട് വെള്ളം. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അടുത്തത് മൂടിക്കെട്ടി നിൽക്കണമല്ലോ. ഇനിയും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടത്തിലാണ്. ഇതൊരു ഇറക്കമുള്ള ഒരു പ്രദേശവും കൂടിയാണ് താഴേക്ക്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. മാത്രമല്ല വെള്ളം ഒഴുകിപ്പോകുന്നതിനടക്കം തടസ്സം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്, വെള്ളം ഒലിച്ച് ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ദുരിതം ഇപ്പോഴും ബാക്കിയാണ് പലയിടങ്ങളിലും. മാത്രമല്ല ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ അത് എങ്ങനെ പോകും എന്നത് കാര്യവും അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാണ്. ക്യാമറമാൻ വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.